ചേച്ചിയെ, ഓ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇന്ന് തയ്ക്കാൻ തയ്യലൊന്നും ഇല്ലായിരുന്നോ? എന്തോ പറയാനാ കൊച്ചേ, പണിയൊന്നും ഇല്ല. അതുകൊണ്ട് ഇതേ തുണിയില്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ ഒരു കുട്ടിയെങ്കിലും ഒരു വലിയെങ്കിലും വായം തുറന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. മോളെ, ചേച്ചി എന്താ പറഞ്ഞെന്നറിയോ? തയ്ക്കാൻ തുണിയൊന്നും ഇല്ല, അതുകൊണ്ട് ചേച്ചി ഇവിടെ ഇരിക്കുവെന്നാ പറഞ്ഞേ. അങ്ങനെ പറ, ഇപ്പൊ രണ്ടിന്റെയും വായ അടഞ്ഞ്. മനുഷ്യ, നിങ്ങൾ ഇന്ന് ഷുഗറിന്റെ മരുന്ന് കഴിച്ചാ? പ്രഷറിന്റെ മരുന്ന് കഴിച്ചാ? കൊളസ്ട്രോൾ എത്രയാന്ന് അറിയാലോ? എടി, ഇതൊന്നും എന്റെ കൂടെയുള്ള സ്നേഹം കൊണ്ട് നീ ചോദിക്കല്ല എന്ന് എനിക്കറിയാം. ഈ അസുഖമൊക്കെ എനിക്കുണ്ടെന്ന് ഈ നാട്ടുകാരെ നിനക്ക് കേൾപ്പിക്കണം, അതല്ലേടി? എന്നാ അതൊന്ന് പതുക്കെ പറഞ്ഞൂടെ? അതൊക്കെ പോട്ടെ. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം നീ നിന്റെ നെറ്റ് ഓൺ ആക്കിയിട്ടല്ലേ? ഓണാക്കിയിട്ട്. എടി, നിന്റെ ഫേസ്ബുക്കിലെ നോട്ടിഫിക്കേഷന് മണിയടിച്ചപ്പം ഞാൻ ദീപാരാധന തുടങ്ങിയെന്ന് പറഞ്ഞ് 12 മണിക്ക് എഴുന്നേറ്റ് നിന്ന് തൊഴുത് ആരാടി രാത്രി ഇത്രയും മെസ്സേജ് നിനക്ക് അയക്കുന്നത്? ഈ മനുഷ്യന്റെ മുടിഞ്ഞ സംശയം. മുടിഞ്ഞ സംശയമല്ല, നല്ല സംശയം. ISI മുദ്ര ഉള്ള സംശയം. ചേട്ടാ, സംശയം അല്ല, സംശയം. ശശാങ്കന്റെ ശ. എങ്ങനുണ്ട്? അവക്ക് ഇപ്പോഴും ശശാങ്കന്റെ ശാ മതി. എന്റെ പേര് ശശി. അതെ, അത് 2 ചായുണ്ട്. അത് 2 അവക്ക് വേണം. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ സൈക്കിളാ. സൈക്കിളാ? സഹിക്കാന്നല്ലേടി പറയണ്ടേ? അന്ന് മുതൽ നിങ്ങൾ എന്നെ വീടിന് ചുറ്റുവിട്ട് ചവിട്ടി ഓടിച്ചോണ്ടിരിക്കുകയല്ലേ. പിന്നെ ഞാൻ സൈക്കിൾ എന്നല്ല, പിന്നെ എന്തോ പറയണം? അതൊക്കെ പോട്ടെ. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ആരാടി ഇവിടെ വന്നത്? അതെന്റെ വകയിലൊരു മാമൻ വന്നത്. ഈ വകയിലെ മാമൻ ഞാൻ ഈ നൂല് മേടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന കാര്യം എന്തുവാ? മാമന്റെ മോളുടെ കല്യാണം വിളിക്കാൻ വന്നതാ. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാ. കനത്തിൽ തന്നെ എന്തെങ്കിലും കൊടുക്കണം. കരത്തി കൊടുത്താൽ മതിയെങ്കിൽ കുറച്ച് കിഴങ്ങ വെച്ച് കൊടുക്കാം. പക്ഷെ ആ കലം തിരിച്ചിവിടെ കൊണ്ടുവരണമെന്ന് നിന്റെ വകയിലെ മാമനോട് പറഞ്ഞേക്കണം. ഓ, കലത്തിലല്ല, കനത്തിൽ എന്തെങ്കിലും കൊടുക്കണം. അതൊക്കെ പോട്ടെ. ഇനി നിന്റെ മാമനെന്നും പറഞ്ഞ അവനെ ഇവിടെ അങ്ങാണം കണ്ട അവന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്ന സമയത്ത് മാമൻ ഒരാളെ എന്നെ നോക്കിയിരുന്നത്. ഇവക്ക് ഞാൻ തുണി മേടിച്ചു കൊടുത്തതിന് ശേഷം ഈ മാമനെ ഈ വഴിക്ക് ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ, ഇങ്ങനൊന്നും പറയാതെ ചേട്ടാ. ഒന്നുമില്ലേലും ചെറുപ്പകാലത്ത് ഒരു പനി വന്നാല്, ഒരു ജലദോഷം വന്നാല് മാമൻ എടുത്തോണ്ട് ഓടും. എടി, പനിയും ജലദോഷോട് നീ കിടക്കുമ്പോ അങ്ങേരത്തിന് പെടുത്തോണ്ട് ഓടുന്നത്. എന്നെ എടുത്തോണ്ട് ആശുപത്രിയിലോട്ട് ഓടുന്നാ ഞാൻ പറഞ്ഞത്. അത് കൊള്ളാം കൊള്ളാം. പിന്നെ എടി, എന്റെ കുടുംബക്കാർക്ക് നീ ഒരു പുല്ലിന്റെ വില കൊടുത്തോടി. ചേട്ടാ, ഇനി ഇങ്ങനെ സംസാരിക്കരുത് അങ്ങനെ. ഒരു കെട്ട് പുല്ലിന് ഇപ്പൊ എത്ര വില? 10-40 രൂപ ഉണ്ട്. ആ വില ഞാൻ നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ലേ? ശരി, അപ്പൊ എന്റെ വീട്ടുകാരെ നീ കളിയാക്കുന്നു. ഇനി നീ വല്ലതും സംസാരിച്ചാൽ നിന്നോട് സംസാരിക്കുന്നത് എന്റെ ഈ കത്രികയായിരിക്കും. ഈ നിങ്ങൾ എന്തേലും എന്നോട് സംസാരിച്ചാ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വെട്ടുകത്തി. അവർക്ക് 2 പേർക്കും എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞെങ്കിൽ അവര് 2 പേരും സംസാരിച്ചോട്ടെ. നമുക്ക് നമ്മുടെ കാര്യം പറയാം. എന്തുവാ പ്രശ്നം? അവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. പ്രശ്നം എന്തുവാന്ന്? എടി, എനിക്കിച്ചിരി പ്രായ കൂടുതലാണ് എന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് വിചാരമല്ലല്ലോ, സത്യമല്ലേ? എടി, ഞാനിവിടെ സുഖമില്ലാതെ സമയത്ത് നിന്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോടി. അത് അച്ഛനും അമ്മയും അന്ന് വെച്ചൂര് പോയോണ്ടല്ലേ ചേട്ടാ? അവരെവിടെ വെച്ചൂരാൻ പോയാലും എന്നെ വന്നൊന്ന് നോക്കിയിട്ട് പോണ്ട ഒരു മര്യാദ അവർക്കുണ്ടായിരുന്നു. എന്തൊരു കഷ്ടമായത്! എന്തൊരു കഷ്ടമായത്! എടി, നമ്മൾ തമ്മിൽ 20 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് എന്ന് പറയാൻ അറിയാത്ത മ്യൂസിക് ഫില്ല് ചെയ്ത് അങ്ങ് വെച്ച്. കാര്യം നിനക്ക് മനസ്സിലായല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആവതും ആരോഗ്യം ഇല്ലെങ്കിൽ ആ മൂലക്ക് എങ്ങാനും പോയിരുന്നോളാം. എന്റെ നെഞ്ചത്തൊട്ടെങ്ങാനും കയറാൻ വന്നോണ്ടല്ലേ. ആർക്കാടി ആവതും ആരോഗ്യമില്ലാത്തത്? ഇന്ന് ഞാൻ കാണിച്ചു തരാടി എനിക്ക് ആവതും ആരോഗ്യം ഉണ്ടോന്ന്. സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമം, അതിനുള്ള ശിക്ഷ എന്താണെന്നറിയാലോ? ശിക്ഷയില്ല. നിന്നെ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ, ഞാൻ താണ്ടതാ ഇതേപോലെ നിന്റെ ഇങ്ങനെ മുടിക്ക് പിടിച്ച് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പൊക്കും. എന്നിട്ട് എന്റെ കത്തിരി ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് മണക്ക് 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 കിണക്ക് 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 കുണുക്ക് 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 എന്ന് കത്തി ചൂട്ടി കൂട്ടി ഇങ്ങനെ അടിക്കുന്നില്ല. പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളോട്. ചേച്ചി ചേച്ചി ഈ കണ്ണാടി ഇവിടെ. ഇത് എനിക്കെന്തിനാ? ഇത് ഷോക്ക് സൈറ്റ് കണ്ണാടിയാണ്. അത്രയും ദൂരെ നിന്ന ചേച്ചിയെ നീ കണ്ട്, ഇത്രയും അടുത്ത് നിന്ന ഈ അണ്ണനെ നീ കണ്ടില്ല. നീ ആരാണ്? എന്ത് വേണം? എന്തിനു വന്നു? കാര്യം പറ. മാമ, ഇന്ന് എന്റെ കല്യാണമാണ്. 10-നും 10:30 ഇടയ്ക്ക് മുഹൂർത്തം. ഇന്നത്തെ കല്യാണത്തിന് ഇപ്പോഴാണോ എന്നെ വിളിക്കാൻ വരുന്നത്? കല്യാണത്തിന് എന്റെ പട്ടി വരും. അതെ, അതല്ല, എന്റെ ഷർട്ട് ചേച്ചിയുടെ കയ്യിലാ, രാവിലെ വന്നാ തരാമെന്ന് പറഞ്ഞു. എങ്ങനെ? എന്റെ ഷർട്ട് ചേച്ചിയുടെ കയ്യിലാ, രാവിലെ വന്നാ തരാമെന്ന് പറഞ്ഞു. ഓഹോ, അവന്റെ ഷർട്ട് എങ്ങനെ നിന്റെ കൈ വന്നടി? അമ്മയാണ് സത്യം.
ആ ചെറുക്കൻ തയ്ക്കാൻ കൊണ്ട് തന്നതാ. നിന്റെ അമ്മയെ കൊണ്ടാണോ സത്യം ചെയ്തത് അതോ എന്റെ അമ്മയെ കൊണ്ടാണോ സത്യം ചെയ്തത്? എന്റെ അമ്മയെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്റെ അമ്മയെ കൊണ്ടാണെങ്കിൽ നീ കള്ള സത്യം ചെയ്യും. അവന്റെ ഷർട്ട് എടുത്തു കൊടു. ഏത് ഷർട്ടാ? അവന്റെ കല്യാണ ഷർട്ട് എടുത്തു കൊടു. ദോ കിടക്കുന്ന എടുത്തു കൊടു. നിങ്ങൾ നേരത്തെ കണസെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞില്ലേ? അതാ കിടക്കുന്ന എടുത്തു കൊടു. അവൻ ബ്ലൗസ് ആയിട്ടെങ്കിലും എടുത്തിട്ടോളൂ. കല്യാണ ഷർട്ടാണോ? അതെ. ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടെ. ബാബുക്കുട്ടോ. ഓ മാമ, നിന്റെ കല്യാണം എത്ര മണിക്കാന്നാ പറഞ്ഞേ? 10നും 10:30ക്കും ഉള്ള ശുഭമുഹൂർത്തം. ഈ 10:30യുടെ ഇടയ്ക്ക് ഇച്ചിരി പുറമോട്ടൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? അയ്യോ അത് പറ്റത്തില്ല. പിന്നെ അങ്ങനെയാണെങ്കിലേ ആ തട്ടും പുറത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്ക്. ബാബുക്കുട്ടോ, അതാണോ നിന്റെ തട്ടുംപുറം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഈ കല്യാണം ഞാനൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് നടത്തിയാലോ എന്ന് തീരുമാനം. ഓ, കല്യാണം വ്യത്യസ്തമായിട്ട് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അവന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ നമ്മളെന്തിനാ അവന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കണം? അങ്ങനെയാണെങ്കിൽ മഞ്ഞയും കറുപ്പും നീലയും ചുവപ്പും കൂടെ കളർന്ന ഒരു കളർ ഷർട്ട് നിനക്ക് ഞാൻ തച്ചു തരാം. അപ്പൊ കല്യാണ പന്തലിൽ ഉത്സവത്തിന് ആൽമരം നിൽക്കുന്നത് പോലെ നിനക്ക്. അത് ശരിയാവൂല. ഞാൻ സിൽക്കിന്റെ ഷർട്ടാ കൊടുത്തത്. സിൽക്കിന്റെ ആണെങ്കിൽ ഷർട്ടല്ല, പാവാടയും ബ്ലൗസും. അവളുടെ രാവുകൾ കണ്ടിട്ടില്ലേ? ഇത് മാമാ, നിങ്ങൾക്ക് കൊണ്ടുകയറി അങ്ങ് നിക്കണം. നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1500 രൂപ മീറ്ററിന് വിലയുള്ള സിൽക്കിന്റെ തുണിയാണ് ഞാൻ തയ്ക്കാൻ കൊടുത്തത്. എത്ര രൂപ? 1500. ബാബുക്കുട്ടോ, ഇവിടെ നടന്നത് വല്ലതും അറിഞ്ഞിട്ട് നീ വില കയറ്റി വെക്കുവാണോ? അതിനിവിടെ എന്തോ നടന്നു? അതിനിവിടെ എന്തോ നടന്നു? തന്നെ വരുത്തി വെച്ചാൽ അനുഭവിക്കാൻ തയ്ച്ചിരുന്നങ്ങ് പറഞ്ഞു. ബാബുക്കുട്ടോ, പിന്നെ ഞാൻ ഈ അന്തരീക്ഷത്തിൽ എഴുതി കാണിച്ചാൽ നിനക്ക് വായിക്കാൻ പറ്റുമോ? അതിനപ്പുറം ഞാൻ വായിച്ചേക്കുന്നു. കാണിക്കും. അന്ന് ഇച്ചിരി കൈ തന്ന ദൂരത്ത് അങ്ങോട്ട് മാറിയില്ലേ? താ ഈ ചി ല. എനിക്ക് മനസ്സിലായി. എന്തുവാ? പറയട്ടെ. തയ്ച്ചില്ല. അത്രേ ഉള്ളു. നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള ദൈവത്തിന്റെ പേര് പറ. കലിഞ്ഞു മഹാദേവന്. ആ ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യും. എന്തിന്? എന്നെ തല്ലത്തില്ലെന്ന്. ഞാൻ ശരിയാക്കി തരാം. എന്തോ ശരിയാക്കി തരാം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് കല്യാണം കഴിഞ്ഞ് വയറ് കാണാൻ പോകുമ്പോഴല്ലേ പലഹാരം കൊണ്ടുവന്നത്. പരിഹാരം ഉണ്ടാക്കാന്ന്. തരാനുള്ള 750 രൂപയും ഞാൻ തരത്തില്ല. അടിക്കാതെ എന്തിനാ സൗണ്ട് ഇട്ടത്? അടിക്കാൻ സൗണ്ട് ഇട്ടല്ല, നിന്നെ ഞാൻ പിശിക്കാന്ന് വിളിച്ചതാ. എന്റെ സ്വഭാവം വെള്ളം ഉണ്ടാക്കില്ല. നീ ഇതാ ആ കിടക്കുന്ന ആ മിഷീനകത്ത് അടിയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്ക്. എന്റെ ദൈവമേ, ഞാൻ ഈ ഉടുപ്പില്ലാതെ ഞാൻ മിഷീൻ അടിക്കരുത്. നോക്കിട്ടെന്തോ കാര്യം. സൂക്ഷിച്ചു നോക്ക്. നീ ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ടായിരുന്നു. നോക്ക്, നല്ലോണം നോക്ക്. ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ട. ചേർന്ന് നിന്ന് നോക്ക്. ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ട. ആ സൂചിയുടെ അടുത്തോട്ട് നിന്ന് നോക്ക്. ആ സൂചി ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ട. അവന്റെ ചുണ്ട് രണ്ടും കൂടെ പിടിച്ച് തയ്ച്ചങ്ങ് വിട്. തത്തുമില്ല, വായിക്ക് സിബു അടിക്കാൻ പോന്നേ. മനുഷ്യന് പിന്നെ സമാധാനം തരത്തില്ലേ? എടാ, നീ ഒരു കാര്യം ചെയ്യും. 5 മിനിറ്റത്തെ കേസേ ഉള്ളി താലി കെട്ടുന്നത്. ആ സമയത്ത് ഷർട്ട് ഇടാതെ താലി കെട്ടിയെന്ന് പറഞ്ഞു ഒരു വിഷയവും ഇല്ല. എന്റെ ദൈവമേ, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ബ്ലൗസ് ഇവിടെ തയ്ക്കണമെന്ന് പറഞ്ഞിരുന്നതാ. കൊടുക്കാഞ്ഞത് ഭാഗ്യം. ഇല്ല, അവളോട് പറഞ്ഞാലേ സാരി ഉടുത്ത് പന്തലിൽ പോക്കോ ബ്ലൗസും കൊണ്ട് പറയാം. മര്യാദ വേണ്ടോടോ. എടാ, അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം, നിനക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഷർട്ട് തയ്ച്ച് ഇന്ന് രാത്രി 10 മണിയാകുമ്പോ ഞാൻ അവിടെ എത്തിക്കാം. 10 മണിക്ക് രാത്രിയിൽ ആദ്യ രാത്രി നിൽക്കേണ്ട വേഷത്തിൽ ഞാൻ പന്തലിൽ നിൽക്കണം. പന്തലിൽ നിൽക്കുന്ന വേഷത്തിൽ ഞാൻ ആദ്യ രാത്രി നിൽക്കണം. എനിക്ക് ആദ്യ രാത്രി നിൽക്കുന്ന വേഷത്തിൽ പന്തലിൽ നിൽക്കണ്ട. കള്ള ആദ്യ രാത്രിയാണല്ലേ? അത് പറഞ്ഞപ്പോ എന്താ നീ ഒരു എഫക്ട് ഇട്ടത്? ചേട്ടാ, അത് സൂചി കയ്യിൽ കൊണ്ടതാ. സ്വന്തം ഭർത്താവ് ഇവിടെ സൂചി മുനെ നിൽക്കുമ്പോ നീ സൂചി കൈ കുത്തി കളിക്കുന്ന എന്നെന്തെങ്കിലും പറഞ്ഞൊന്ന് ഒഴിവാക്കാൻ നോക്കടി. ബാബുക്കുട്ടാ, കല്യാണൊക്കെ ആയി, സന്തോഷായി കേട്ടോ. ഹണിമൂണൊക്കെ തീരുമാനിച്ചോ? എന്റെ ടെറസിന്റെ മേളിലെങ്ങാനും കയറിയ 2 മുട്ടുകാരെ ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, ഞാനും പെണ്ണും കൂടെ കല്യാണം കഴിഞ്ഞ് സിംഗപ്പൂരിൽ പ്ലെയിനിൽ പോകും ഹണിമൂൺ. അങ്ങനെ എവിടാണേ പെണ്ണിന്റെ സ്ഥലം? എടത്തുവാ. പറ്റിപ്പോയില്ലേ, നീ പറയുന്ന സ്ഥലത്ത് വരാം. അല്ല, എടുത്തു വരാൻ പറഞ്ഞു. എടത്തുവാ. അത് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ ഈ മുഖത്തൊക്കെ പറ്റിയിരിക്കുന്ന സാധനം. അത് ഈത്തുവാ. എടത്തുവാന്ന് പറഞ്ഞ സ്ഥലത്താ പെണ്ണിന്റെ വീട്. സ്ഥലം എങ്ങനെയാ ഈ കല്യാണൊക്കെ സെറ്റ് ആയത്? ചേച്ചി, മാട്രിമോണി ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവളെ കിട്ടിയത്. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു, വീട്ടുകാരുടെ നിർബന്ധവും. ബാബുക്കുട്ടാ, ആ. 啊。 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 ആ. 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 啊. 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 ആ. 啊.
ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാന്ന് ഞാൻ അറിഞ്ഞില്ല. പറ മാമ, ഇത്രയും വലിയൊരു അസുഖമുള്ള പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലോ. എന്താ അസുഖം? മാട്രിമോണി. മാട്രിമോണി എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു ആപ്പാണ്. ആ ആപ്പിൽ നിന്നാണ് എനിക്ക് പെണ്ണിനെ കിട്ടിയത്. ഞങ്ങളുടെ കല്യാണം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ നടന്നത്. ആപ്പ് വഴിയാണോ കിട്ടിയത്? അല്ല, കല്യാണം കഴിഞ്ഞിട്ടാ ഞാൻ ആപ്പിലായത്. സത്യം മോനെ, ഞാനാണ് ആപ്പിലായത്. നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്ത്രീധനമൊക്കെ നേരത്തെ മേടിച്ചോണം, അല്ലെങ്കിൽ എന്റെ കണക്ക് സംഭവിക്കും നിനക്ക്. മാമന് സ്ത്രീധനം കൊടുത്തില്ലേ? എങ്ങനെ കൊടുക്കും? ഇങ്ങനെ സ്ത്രീധനം അന്വേഷിച്ചോണ്ട് അങ്ങോട്ട് വന്നപ്പോ എന്റെ അച്ഛൻ ഇങ്ങനെ പറ്റി അന്വേഷിക്കാൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അച്ഛൻ എന്റെ അടുത്ത് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞെന്തോന്നറിയാമോ? എന്താ പറഞ്ഞു? 3 വാഴയുടെ തയ്യും 3 മുക്കുവണ്ടത്തിന്റെ മാലയും. അതിനുള്ളതേ അവിടെ ഉള്ളത്. 3 വാഴയല്ല, 2 വാഴയ്ക്കുള്ളതേ ഉള്ളൂ ഈ മരവാഴ. നിനക്ക് വരെ മനസ്സിലായി, എന്നിട്ട് അങ്ങർക്ക് മനസ്സിലായിട്ടില്ല. നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം നിനക്കൊരു ചമ്മന്തിയോ ഒരു കഞ്ഞിയോ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നുള്ള കാര്യം ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കട ഉണ്ടെന്ന് ഞാൻ ഇതുവരെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ രാത്രി കിടന്ന് ഓർക്ക കൂർക്കം മരിക്കുന്നുള്ള കാര്യം ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇവൻ കൊണ്ടു തന്ന ഷർട്ട് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വെട്ടി മുറിച്ച് കളഞ്ഞത് ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടോ? വായിക്കാത്ത പഴോ മറുപടി പറയാൻ എവിടെ നോക്കിയിരിക്കുന്നു? ഇപ്പം ചേച്ചി കാര്യം പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നല്ല വൃത്തിക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേ. എടാ, നീ എനിക്ക് നിന്റെ സിൽക്കിന്റെ ഷർട്ട് കൊണ്ട് തന്നില്ലേ തയ്ക്കാൻ വേണ്ടിട്ട്? അത് തയ്ച്ച് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇയാള് കണസാ പറഞ്ഞ് വെട്ടിക്കളഞ്ഞു. ഞാൻ ഇതുവരെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നീ ഇത്ര നേരം ഇവിടെ വന്നിട്ട് നിന്നോട് പറഞ്ഞു എത്ര നേരമായിട്ട്? മനസ്സിലായോ? എന്റെ കല്യാണ ഷർട്ട് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്, കള്ളത്തരം പറയരുത്. കണസു 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 എന്ന് പറയും വെട്ടി. പക്ഷെ ഞാൻ കളഞ്ഞില്ല. മോളെ മിനി, ഒരു ചെറിയ കഷ്ണം തുണി ഇങ്ങെടുത്തോണ്ട് വാ. മൂക്കി വെക്കാനാ? എന്തായാലും അവൻ വന്ന് എന്നെ തലയടിച്ച് പൊട്ടിക്കും. അപ്പൊ ഒരു ചെറിയ മുറിവ് വരും, അതൊന്ന് കെട്ടി വെക്കാം. ശീലമാണല്ലോ. ഭഗവാനെ, ആദ്യമായിട്ടാ ഒരാൾ എന്നെ തല്ലാതെ പോകുന്നത്. മാത്രമേ വെച്ചുള്ളൂ. ആണല്ലേ? രക്ഷപ്പെട്ട്. മിനിയേ, ആ ചെറിയ തുണി അങ്ങ് കളാ. എന്നിട്ട് ഈ വീട്ടിലുള്ള ഏറ്റവും വലിയ തുണി എടുത്തോണ്ട് വാ. അവൻ തോ പോയി കൊറേ ആളിനെ കൂട്ടി വരുത്. ഇത് ചെറിയ മുറിവിൽ നിൽക്കൂല. നമ്മുടെ സന്തോഷമല്ല, അവരുടെ സന്തോഷം നോക്കിക്കേ. ഒരു ടൈലർ ഷോപ്പിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ സ്ഥിരം ഉള്ളതാന്ന് തോന്നുന്നു. എത്ര പേര് തയ്ക്കുന്നവരുണ്ട്? അത്യാവശ്യം സ്വന്തമായിട്ട്. അത്യാവശ്യം സ്വന്തമായിട്ട്. അതെ, അടുത്തുള്ളവരുടെ ഒന്നും ഏറ്റുപിടിക്കാൻ നിന്നിട്ടില്ല. ഇല്ല. അപ്പൊ എന്തായാലും നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും കിടിലായിട്ടാ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ചേച്ചി? ഭയങ്കര ക്ലാസി, എനിക്ക് ഭയങ്കര ക്ലാസി തോന്നിയ ഒരു സ്കിറ്റ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ ടൈലർ ഫിറ്റ് സ്കിറ്റ് എന്ന് വേണമെങ്കിൽ. അതെ, ഭയങ്കര ക്ലാസി. ഇപ്പൊ സന്തോഷ് വന്നപ്പോഴും അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അത് വെളുപ്പാവാമായിരുന്നു. പക്ഷെ നോ, ഇറ്റ് വാസ് സോ ഗുഡ്. Everybody was good. ഫസ്റ്റ് കളിച്ച് കാണിച്ചപ്പം സാറെടുത്ത് ഇതല്ലായിരുന്നു സ്കിറ്റ്, ഇതല്ലായിരുന്നു കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അപ്പം വിഷ്ണു ഭഗവാന് അത്യാവശ്യമായിട്ട് വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ആ കാറിലിരുന്ന് എഴുതി രാവിലെ ഇവിടെ കൊണ്ട് ഞങ്ങൾക്ക് തന്ന സ്കിറ്റ്. വെരി ഗുഡ്. ഉഗ്രായിട്ട് പ്ലേ ചെയ്താണ്. കാരണം എന്താ അറിയാമോ, ഈ ഭാര്യയും ഭർത്താവിന്റെ ഉടക്ക് സ്കിറ്റ് തുടങ്ങിയ കാലം തൊട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ആ പ്ലേ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര കൗണ്ടറുകളായാലും ഭയങ്കര പ്ലേ. നിങ്ങൾ ക്യാരക്ടറും അതൊക്കെ മീറ്റർ അവസാനം വരെ അടിപൊളിയായിട്ട് പിടിച്ചു. നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ? എക്സൈറ്റ്മെന്റില് പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. സന്തോഷും സുരേഷ് ഏട്ടന്റെ മുഖഭാവം ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഷോക്കില്, തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ല, ഭയങ്കര സത്യം പറഞ്ഞാൽ വെരി ക്ലാസി, വെരി ക്ലാസി. ഗ്രേറ്റ് എഫേർട്ട് ഗൈസ്. അപ്പൊ ശ്വേത ചേച്ചി 50,000 rupees ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് ബാങ്ക് ഓഫ് ബോംബെ. ഈ സൗണ്ട്, ഈ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഹാപ്പി ആയില്ലേ? പല സ്കിറ്റിനും എനിക്കുമ്പോ ഈ സൗണ്ട് കേൾക്കണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടൊക്കെ കേൾക്കാറില്ല. നിങ്ങള് ഇനി കിടിലമായിട്ട് പെർഫോം ചെയ്യാ. നമുക്ക് ഇതുവരെ ആ 75,000 ആര് അൺലോക്ക് ചെയ്യും എന്നുള്ളൊരു ചോദ്യ ചിഹ്നം ഇപ്പോഴും നിൽക്കുകയാണ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്.